ഇസ്രായേലിന് പ്രത്യാക്രമണ ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് നിർണായക നിലപാടുമായി ഇറാൻ രംഗത്തെത്തുകയാണ്. ഹമാസിന്റെ ആക്രമണങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇറാന്റെ സൈനിക വിഭാഗം പരസ്യമായി യുദ്ധത്തിനിറങ്ങുമെന്ന സൂചന പുറത്തുവിടുന്നത്. യദു നാരായണനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. യദു, എന്താണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? ഇറാൻ സൈന്യത്തിന്റെ പുതിയ നിലപാട് യുദ്ധാന്തരീക്ഷം കൂടുതൽ കലുഷിതമാകുകയാണോ? ഇസ്രായേലിന് കൂടുതൽ തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ? അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധം കൂടുതൽ കലുഷിതമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നബാധിതമാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും കാലം ഇറാൻ ചിത്രത്തിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരിക്കൽ പോലും സ്വന്തം സേനയെ കളത്തിലിറക്കിയിട്ട് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയിരുന്നില്ല. തുടക്കം മുതൽ തന്നെ നമ്മൾ കേട്ടിരുന്നത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും വേണ്ട സഹായങ്ങൾ ഇസ്രായേലിനെതിരെ ഇറാൻ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. അതായത് ഇറാൻ അവിടെ നിൽക്കുന്നുണ്ട്, ഇറാൻ ഹമാസിന് അനുകൂലമായി സംസാരിക്കുന്നുണ്ട്, ഗസയിലെ ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോട് ഈ ഇസ്രായേലിനെ ഉപരോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇറാൻ യുദ്ധത്തിൽ നേരിട്ടിറങ്ങുന്നതിന്റെ ഒരു സൂചനകളും നൽകിയിരുന്നില്ല. ആകെ ഇറാൻ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുന്നു എന്ന വിധത്തിൽ ഒരു സൂചന നൽകിയത് ജിബ്രാൾട്ടർ കടലിടുക്ക് ഞങ്ങൾ സ്തംഭിപ്പിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത് വാക്കുകൾക്കപ്പുറം അത്തരമൊരു നടപടിയിലേക്ക് അവർ പോയിരുന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇറാൻ ഈ യുദ്ധത്തിൽ നേരിട്ട് എൻഗേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹമാസിനൊപ്പം ശക്തമായ പിന്തുണയുമായി നിലകൊള്ളാൻ വേണ്ടി പോകുന്നു എന്ന സൂചന നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന IRGC, അത് ഇറാന്റെ ഒരു പ്രാഥമികമായ സായുധ സേനയാണ്. അതിന്റെ തലവൻ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ ഇസ്മായിൽ ഹനിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്തിലെ കോണ്ടന്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കത്തിന്റെ പകർപ്പ് അങ്ങനെ തന്നെ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ ഒരു സൂചനയോ മുന്നറിയിപ്പോ വാണിംഗ് എന്ന് വിളിക്കാവുന്ന ഒരു സാഹചര്യമാണ്. അതിങ്ങനെയാണ്: ഇനി ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് നശിച്ച രാത്രികളാണ് എന്നും ഇതിന്റെ തിരിച്ചടി കണ്ടുകൊള്ളണം എന്നും നിങ്ങളോടൊപ്പം നേരിട്ട് ഞങ്ങൾ ഉണ്ട് എന്നും പറയുന്ന തരത്തിലാണ് ആ കത്ത്. അതായത് ഇസ്രായേലിന് ഉറക്കമില്ലാത്ത രാത്രികൾ വരാൻ പോവുകയാണ്. ഹമാസിന്റെ ഉപമേധാവിയെ കൊലപ്പെടുത്തിയ നടപടി, അതിനുള്ള തിരിച്ചടി നിങ്ങൾ കണ്ടോളൂ, അല്ലെങ്കിൽ ഇറാന്റെ ഉപദേഷ്ടാവിനെ കൊന്നതിനുള്ള ഒരു പകരം ചോദിക്കലുമാകാം. എന്തായാലും ഇറാനെതിരെയും ഹമാസിനെതിരെയും ഒക്കെ ഇസ്രായേൽ സ്വീകരിച്ച കടുത്ത നടപടികൾ, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ കൊന്ന ആ നടപടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കൊടുക്കും എന്നുള്ളത് മാത്രമല്ല, ഹമാസിന്റെ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണത്തെ, ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അതിനൊപ്പമുണ്ട്, ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കൂടി ഈ ഇറാന്റെ സൈനിക വിഭാഗം പറയുകയാണ്. അപ്പോൾ ഇറാന്റെ സൈനിക വിഭാഗം പറയുന്ന ഈ പറച്ചിൽ ഇതിന് സമാനമായി തന്നെയാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ നേരത്തെ മുതൽ തന്നെ നിലപാടെടുക്കുന്നത്. അവരൊക്കെ പ്രത്യക്ഷ യുദ്ധത്തിലുള്ള ആളുകളാണ്. അവരും പറയുന്നത് ഹമാസിന്റെ ഇപ്പോൾ നടത്തുന്ന ആക്രമണത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, അത് ജനിച്ച മണ്ണിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ആ പോരാട്ടത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് എന്നാണ് ഇവരും നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞതിന് പിന്നാലെ അവർ പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇറാന്റെ സൈനിക തലവനും അല്ലെങ്കിൽ സൈനിക മേധാവിയും സൈനിക വിഭാഗം തലവനും അതുപോലുള്ള വാക്കുകളാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അവരും നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പങ്കാളികളാകാൻ പോവുക എന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സലാഹ് അൽ അഹൂരി എന്ന ഹമാസിന്റെ ഉപമേധാവിയെ കൊലപ്പെടുത്തിയത് വല്ലാത്ത രോഷത്തോടു കൂടിയാണ് ഇറാൻ ഏറ്റുവാങ്ങിയത്. അത് വലിയ തിരിച്ചടിയായിരുന്നു ഹമാസിനെ സംബന്ധിച്ച്. ഹമാസിന് നൽകിയ ഈ 93 ദിവസത്തിനിടയിൽ ഹമാസിന് കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി തന്നെയാണ് ഈ സലാഹ് അൽ അഹൂരിയെ കൊലപ്പെടുത്തിയ നടപടി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ, അതായത് ഈ സലാഹ് അൽ അഹൂരി എന്ന് പറയുന്നയാൾ ഈ ഇറാനെയും ഹമാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണി കൂടിയായിരുന്നു. അയാളെ വധിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ വധിക്കുന്നു എന്നത് ഹമാസിനെ മാത്രമല്ല ഇറാനെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതും ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ സായുധ യുദ്ധത്തിലേക്ക് ഞങ്ങളും ഭാഗഭാക്കാകാം എന്നൊരു സൂചന ഇതിനുള്ളിലുണ്ട്. എന്തായാലും ഇസ്മായിൽ ഹനിയയ്ക്ക് എഴുതിയ കത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങളുടെ പോരാട്ട
പോരാട്ടത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് രക്തരൂക്ഷിതമായ പോരാട്ടമാണ്, അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇത്രയും പറയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ പലതും വ്യക്തമാണ്. ഒരുപക്ഷെ ഇറാന്റെ സായുധ സംഘം ഏതെങ്കിലും നീക്കങ്ങൾക്ക് മുതിരുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യുദ്ധം വ്യാപിക്കുന്നതിന്റെ പല തലങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. അതിനൊപ്പം ചേർത്ത് വെക്കാവുന്ന വിധത്തിലാണ് ഈ ഇറാൻ സായുധ സംഘത്തിന്റെ IRCGയുടെ ഇപ്പോഴത്തെ നിലപാടും നമുക്ക് പറയാൻ സാധിക്കുക.